മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മനുഷ്യബുദ്ധിക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പ്രയാസമുള്ള ഒന്നായി തോന്നാമെങ്കിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവൻ നിലനിൽക്കുന്നത് ഈ സത്യത്തിലാണ്. AD 150 ത്രിത്വം എന്ന വാക്ക് ഉപയോഗിച്ചു തുടങ്ങിയത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നിങ്ങനെ 3 വ്യക്തികൾ ഏകദൈവത്തിൽ നിലകൊള്ളുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. നമ്മുടെ പരിമിതമായ ചിന്തകൾക്ക് ഈ വലിയ രഹസ്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിലും സ്നേഹത്തിലൂടെ നമുക്കതിനെ തൊട്ടറിയാൻ സാധിക്കും. ഒരു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു മാതാപിതാവ് മക്കൾക്ക് ജന്മം നൽകുന്നു പിതാവിനെ പോലെ, അവരെ പരിപാലിക്കുന്നു പരിശുദ്ധാത്മാവിനെ പോലെ, വഴി നടത്തുന്നു പുത്രനെ പോലെ. ഈ 3 ചുമതലകളും വ്യത്യസ്തമാണ് എങ്കിലും അവരെ ബന്ധിപ്പിക്കുന്ന ഘടകം സ്നേഹമാണ്, അത് ഏകമാണ്. അതുപോലെ ദൈവം തൻ്റെ വിവിധങ്ങളായ സ്നേഹം ത്രിത്വത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. മനോഹരമായൊരു സംഗീതത്തെക്കുറിച്ച് ചിന്തിക്കുക. അത് എഴുതുന്ന സംഗീത സംവിധായകൻ പിതാവ്, അത് പാടിത്തരുന്ന ഗായകൻ പുത്രൻ. നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുന്ന ആ സംഗീതത്തിൻ്റെ മാധുര്യം പരിശുദ്ധാത്മാവ്. ഇവയെല്ലാം വേറിട്ട് നിൽക്കുമ്പോഴും ഒരു മനോഹരമായ ഈണവുമായി അവ ഒത്തുചേർന്ന് നമ്മുടെ കാതുകളിൽ സ്നേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് സൃഷ്ടിക്കുന്നു. അതാണ് സംഗീതം. പ്രകൃതിയിൽ പോലും നമുക്ക് ത്രിത്വത്തിൻ്റെ നിഴലാട്ടം കാണാം. സൂര്യൻ പിതാവ് നമുക്ക് വെളിച്ചവും ജീവനും തരുന്നു. മഴ പരിശുദ്ധാത്മാവ് ഭൂമിയെ പോഷിപ്പിക്കുന്നു. ആ മഴയിലും വെളിച്ചത്തിലും വളരുന്ന വിളവുകൾ പുത്രൻ നമുക്ക് ആഹാരമാകുന്നു. ഇവിടെയും വ്യത്യസ്തമായ ഘടകങ്ങൾ പ്രകൃതിയുടെ സ്നേഹതാളത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. സൃഷ്ടിക്കുന്നവൻ, വിശദീകരിക്കുന്നവൻ, പോഷിപ്പിക്കുന്നവൻ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ത്രിത്വത്തെ അനുഭവിക്കുന്നത്? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മുഖത്ത് പതിക്കുന്ന സൂര്യപ്രകാശത്തിലും പ്രിയപ്പെട്ടവർ നമുക്ക് നൽകുന്ന സുരക്ഷിതത്വത്തിലും നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയുടെ ഭംഗിയിലും നാം പിതാവിനെ അനുഭവിക്കുന്നു. പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹം ഈശോയുടെ വചനങ്ങളിലൂടെയും മറ്റുള്ളവരോട് നാം കാണിക്കുന്ന കരുണയിലൂടെയും നാം നൽകുന്ന ക്ഷമയിലൂടെയും പുത്രനെ അനുഭവിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സ്നേഹം സങ്കടങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ആശ്വാസത്തിലൂടെയും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനത്തിലൂടെയും നമ്മുടെ ജീവിതയാത്രയിലെ വഴി നടത്തുന്നതിലൂടെയും നാം പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ത്രിത്വം എന്നത് വെറും ഒരു ദൈവശാസ്ത്ര ആശയമല്ല, മറിച്ച് ദൈവം നമ്മെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൻ്റെ വലിയ അടയാളമാണ്. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ദൈവം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട് എന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സ്നേഹം ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാം. പിതാവിൻ്റെ കരുണയും പുത്രൻ്റെ ത്യാഗവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാം. അങ്ങനെ പരിശുദ്ധ ത്രിത്വമെന്ന മനോഹരമായ രഹസ്യത്തിന് ജീവനുള്ള സാക്ഷികളായി നമുക്ക് മാറാം. പരിശുദ്ധ ത്രിത്വം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത തവണ നമുക്ക് വീണ്ടും സംസാരിക്കാം. ശ്രോതാക്കൾക്ക് നന്ദി.